ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഇന്ന് നോമ്പ് 23-ൻ്റെ വിശേഷങ്ങളാണ് കേട്ടോ ഷെയർ ചെയ്യുന്നത്. ഞാനിപ്പോൾ തറവാട്ടിലാണ് കേട്ടോ ഇന്നത്തെ ഇഫ്താർ. ഇന്നിവിടെ എല്ലാവരും കൂടുന്നുണ്ട്, കസിൻസും അമ്മായികളും അതുപോലെ തന്നെ എളാപ്പാർ എല്ലാവരും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് ഞങ്ങളുടെ ഒരു വൈബ് ദിവസം എന്ന് പറയാം. അപ്പോൾ ഇന്നത്തെ ഇഫ്താർ നമ്മൾ മുകളിലൊക്കെ കേട്ടോ പ്ലാൻ ചെയ്തിട്ടുള്ളത്. മാത്രമല്ല ഇവിടെ ഉസ്താദുമാരുടെ ചിലവും കൂടിയാണ്. അപ്പോൾ അവർക്ക് ഇവിടെ ടേബിളിൽ സെറ്റ് ചെയ്ത് വെക്കാമെന്ന് കരുതുന്നുണ്ട്. ഞങ്ങളെല്ലാവരും മുകളിലാണ് കേട്ടോ ഇന്ന് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ ഒരു കസിന് ഇവൻറ്റ് മാനേജ്മെൻറ്റ് നടത്തുന്നുണ്ട്. അപ്പോൾ അവൻ തന്നെ ലൈറ്റും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന് സെറ്റാക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കേട്ടോ ഇന്നത്തെ ഇഫ്താർ വിശേഷങ്ങൾ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഞങ്ങളെല്ലാവരും കിച്ചണിലുണ്ട് കേട്ടോ. ഞങ്ങൾ ഓരോരുത്തരായിട്ട് ഓരോ പണികളൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ മെയിൻ ഫുഡും കാര്യങ്ങളൊക്കെ നമ്മൾ ഹോട്ടലിൽ ഏൽപ്പിച്ചിട്ടുണ്ട്. നമ്മളിവിടെ സ്നാക്സ് ജ്യൂസ് ഐറ്റംസ് മാത്രമാണ് കേട്ടോ തയ്യാറാക്കുന്നത്. അപ്പോൾ ഞാനിവിടെ പരിപ്പോട തയ്യാറാക്കുന്നുണ്ട്. ഇവിടെ ഇന്ന് സ്നാക്സ് ഐറ്റംസ് ആയിട്ട് പരിപ്പ് വട, ഉഴുന്നുവട, പിന്നെ കോൺ സമൂസ, പിന്നെ നമ്മൾ നോർമൽ സമൂസ, ഇത്രയും ഐറ്റംസാണ് കേട്ടോ തയ്യാറാക്കുന്നത്. പിന്നെ ഡ്രിങ്ക്സ് ആയിട്ട് നമ്മളിവിടെ തയ്യാറാക്കുന്നത് മുഹബത്ത് കാ സർബത്തും അതുപോലെ തന്നെ പച്ചമാങ്ങ ലൈമുമാണ് കേട്ടോ. പിന്നെ നമ്മളിവിടെ ബ്രോസ്റ്റ് തയ്യാറാക്കുന്നുണ്ട്. അതുപോലെ തന്നെ പിന്നെ പത്തിരി, പൊറോട്ട, അതിലേക്കുള്ള കറിയൊക്കെ റെഡിയാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എളാപ്പ നല്ലൊരു കുക്കാണ്. അപ്പോൾ അവരാണ് കേട്ടോ കറിയൊക്കെ തയ്യാറാക്കിയിട്ടുള്ളത്. ഞാൻ വന്നപ്പോഴേക്കും കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ പരിപ്പോടെ ഓരോന്നായിട്ട് പൊരിച്ച് കോരുന്നുണ്ട്. അങ്ങനെ പരിപ്പ് വടൻ്റെ പണിയൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ ഈ സമൂസ മടക്കാനായിട്ട് നിന്നിട്ടുള്ളത്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ഇവിടെ ഡൈനിങ് ഹാളിലെ ടേബിളിൽ വെച്ചിട്ടാണ് കേട്ടോ ഇത് ചെയ്തെടുക്കുന്നത്. ഇത് കോൺ സമൂസക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഇത് തയ്യാറാക്കുന്നത്. ഇത് ഇങ്ങനെ റോളാക്കിയിട്ട് നമ്മൾ ഇതിൻ്റെ അറ്റഭാഗം നമ്മൾ മൈദയിൽ ഡിപ്പ് ചെയ്തിട്ട് ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുക. പിന്നെ സമൂസയും കൂടി റെഡിയാക്കുന്നുണ്ട്. ഈ ഒരു സമയത്ത് ഓരോരുത്തരിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. നമ്മളിത് റെഡിയാക്കുന്ന സമയത്താണ് എൻ്റെ അമ്മായിൻ്റെ ഫാമിലി എല്ലാവരും വന്നത്. അപ്പോൾ അമ്മായിൻ്റെ മോള് അത്യാവശ്യം നന്നായിട്ട് കുക്ക് ചെയ്യും കേട്ടോ. അവൾ ഉഴുന്നുവട തയ്യാറാക്കുന്നുണ്ട്. അവളുടെ ഒരു സ്പെഷ്യൽ ഐറ്റമാണ് ഉഴുന്നുവട. അതെല്ലാവർക്കും നല്ല ഇഷ്ടമാണ്. അപ്പോൾ അവളാണ് കേട്ടോ അത് തയ്യാറാക്കുന്നത്. അപ്പോൾ അത് അവരിവിടെ വന്ന് ഇറങ്ങിയിട്ടുണ്ട്. അങ്ങനെ സമൂസൻ്റെ പണികളൊക്കെ കഴിഞ്ഞ് നമ്മൾ കിച്ചണിലേക്ക് വന്ന് നോക്കിയപ്പോൾ ഇവിടെ അവൾ ഉഴുന്നുവടക്കുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഏകദേശം എല്ലാം സെറ്റായിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ ഉഴുന്നുവടയും കൂടി ആവാനുള്ളൂ. പിന്നെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള സമൂസയും കോൺ സമൂസയൊക്കെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം. അപ്പോൾ ഫ്രൈ ആക്കലൊക്കെ ലാസ്റ്റ് ആക്കാമെന്ന് വിചാരിച്ച് എല്ലാം റെഡിയാക്കി വെച്ചതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ക്യാമറ കൊണ്ട് വന്നപ്പോൾ അവർ ജസ്റ്റ് യോയോ കാണിച്ചതാണ് കേട്ടോ. അപ്പോൾ ഉഴുന്നുവടക്കുള്ള മാവൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. അതിലേക്കുള്ള വെജിറ്റബിൾസ് അവിടെ റെഡിയാക്കുകയാണ്. നമ്മൾ റെഡിയാക്കിയിട്ടുള്ള സമൂസയും കാര്യങ്ങളൊക്കെ പൊരിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. അങ്ങനെ കിച്ചണിലെ വർക്കൊക്കെ ഏകദേശം തീരുമാനമായി എന്ന് കണ്ടപ്പോൾ നമ്മൾ മേലേക്ക് പോവാണ് കേട്ടോ. മുകളിൽ ഇവനാണ് അവിടെയൊക്കെ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ചെറുതായിട്ട് ഹെൽപ്പ് ചെയ്യാനൊക്കെ പോവാണ് കേട്ടോ. നമുക്ക് ഹെൽപ്പ് ചെയ്യാനൊന്നും കാര്യമായിട്ടുണ്ടാവില്ല, നമുക്ക് ജസ്റ്റ് നോക്കിക്കുക, അത്ര തന്നെ. ആദ്യം തന്നെ ഇവിടെ ഈ ടെറസൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യുന്നുണ്ട്. ഇവിടെ ക്ലീൻ ചെയ്തതിന് ശേഷം പായൊക്കെ വിരിക്കാമെന്നാണ് വിചാരിക്കുന്നത്. അങ്ങനെ ഇവിടെ ലൈറ്റും കാര്യങ്ങളൊക്കെ എളാപ്പിയും മക്കളും കസിൻസ് എല്ലാവരും കൂടി ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പിന്നെ കിച്ചണിലേക്ക് പോയി നോക്കിയപ്പോൾ അവിടെ എല്ലാവരും ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. പുറത്തെ കിച്ചണിൽ ഉഴുന്നുവട ഫ്രൈ ആക്കി കൊണ്ടുവെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഉഴുന്നുവടൻ്റെ സ്പെഷ്യലിസ്റ്റ് ആണെന്ന് പ്രത്യേകം പറയാൻ പറഞ്ഞിട്ടുണ്ട് അവൾ. ഇവിടെ ഇത് ഫ്രൈ ആക്കലും പിന്നെ കൂടുതൽ തള്ളി മറിക്കലുമാണ് കേട്ടോ ഈ ഒരു കിച്ചണിൽ നടക്കുന്നത്. എല്ലാവരും കൂടി ഒരുമിച്ച് കൂടിയാൽ പിന്നെ അങ്ങനെയാണല്ലോ. അങ്ങനെ ഈ ഒരു അടുക്കളയിൽ നമ്മൾ മുഹബത്ത് കാ സർബത്തൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ എളാപ്പാൻ്റെ സ്പെഷ്യൽ ഐറ്റം ബ്രോസ്റ്റാണ് കേട്ടോ തയ്യാറാക്കാനായിട്ടുള്ളത്. എളാപ്പ ചെന്നൈയിലാണ് ഇന്ന് മോർണിംഗ് എത്തിയിട്ടുള്ളൂ. പെട്ടെന്നുള്ള ഒരു നോമ്പുതുറ സൽക്കാരാണ് കേട്ടോ ഇവിടെ.
പിന്നെ എളാപ്പോൾ ഈദിന് ഇവിടെ ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഈദ് സൽക്കാരം ഇവിടെ നമ്മളെ വീട്ടിലൊക്കെ നടക്കാറുണ്ട്. അപ്പോൾ അത് ഇപ്രാവശ്യം നടക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ നോമ്പിന് തന്നെ അങ്ങനെ കൂടിയതാണ് കേട്ടോ. പിന്നെ ഇതാ നമ്മുടെ പച്ചമാങ്ങാലയും റെഡിയാക്കിയിട്ടുണ്ട്. അങ്ങനെ ഏകദേശം ബാങ്ക് കൊടുക്കാനുള്ള ടൈമായപ്പോൾ എല്ലാതും ഫ്രൂട്ട്സും സ്നാക്സ് കാര്യങ്ങളൊക്കെ സെറ്റാക്കി വെക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഒരു കസിനാണ് കേട്ടോ. ഇവനെ പിന്നെ നിങ്ങൾക്ക് നല്ല പരിചയം ഉണ്ടാവും. എൻ്റെ വ്ളോഗ്സിലൊക്കെ 1-2 പ്രാവശ്യം ഇവൻ വന്നിട്ടുണ്ട്. അപ്പോൾ അവനിപ്പോൾ എത്തിയിട്ടേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അവന് ചോദിക്കുന്നുണ്ട് ഇന്നും വ്ളോഗ് ഉണ്ടോയെന്നൊക്കെ. അപ്പോൾ എല്ലാം സെറ്റാക്കുന്നുണ്ട്. ഇത് അവിടെ നമ്മുടെ ഉസ്താദ്മാർക്കുള്ളതൊക്കെ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്കുള്ളതൊക്കെ മേലെ കേട്ടോ സെറ്റാക്കുന്നത്. അപ്പോൾ നമ്മൾ മേലേക്കൊന്ന് കയറി നോക്കാം അവിടെ എത്രത്തോളം സെറ്റാക്കിയെന്ന് അറിയാമല്ലോ. നമ്മൾ ലൈറ്റും കാര്യങ്ങളൊക്കെ ഫിറ്റ് ചെയ്യുന്നതിൻ്റെ മുന്നേ താഴേക്ക് ഇറങ്ങിയതാണ്. അപ്പോൾ ഇതാ എല്ലാം റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളിയായിട്ട് സെറ്റാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ലൈറ്റും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഒന്നും കൂടി ഉഷാറാവും കേട്ടോ. അപ്പോൾ ഇതാ എല്ലാം ഏകദേശം സെറ്റായിട്ടുണ്ട്. പിന്നെ ഇതാ നമ്മളെ ഫുഡും കാര്യങ്ങളൊക്കെ മുകളിലേക്ക് എത്തിച്ചിട്ടുണ്ട്. അതൊക്കെ ഇതാ പ്ലേറ്റിലൊക്കെ ഓരോന്ന് നിരത്തി വെക്കുകയാണ്. അങ്ങനെ ആ ബാങ്കൊക്കെ കൊടുത്ത് നമ്മൾ നോമ്പ് തുറക്കുകയാണ് കേട്ടോ. ഇതിൽ എല്ലാവരും ഒന്നും പെട്ടിട്ടില്ല കേട്ടോ. അതിൽ നമുക്ക് കൂടാൻ പറ്റാത്തവരുണ്ട്. എൻ്റെ അനിയത്തി അവൾ ദുബായിലാണ്, അവൾക്ക് കൂടാൻ പറ്റിയിട്ടില്ല. അവൾക്ക് നല്ല വിഷമമുണ്ട് ഈ ഒരു ഒത്തുകൂടലൊക്കെ കണ്ടിട്ട്. അതുപോലെ തന്നെ പിന്നെ ചെറിയ അമ്മായിക്കും വരാൻ പറ്റിയിട്ടില്ല. പിന്നെ ഏതായാലും ഞങ്ങളുള്ളവരൊക്കെ വെച്ചിട്ട് നല്ല കളറാക്കിയിട്ടുണ്ട് സംഭവം.
അങ്ങനെ എല്ലാവരും നല്ല ഹാപ്പി ആയിട്ട് രസമായിട്ട് നോമ്പൊക്കെ തുറന്ന് പിന്നെ അതിനുശേഷം എല്ലാവരും നിസ്കരിക്കാൻ വേണ്ടി പോയിട്ടോ. ആണുങ്ങളൊക്കെ അവർ പള്ളിയിൽ പോയി. നമ്മളവിടുന്ന് നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ കേട്ടോ ഫുഡൊക്കെ കഴിക്കാനായിട്ട് പിന്നെ വന്നിട്ടുള്ളത്. നമ്മൾ നിസ്കാരം കഴിഞ്ഞിട്ടുള്ള ഫുഡും ഇവിടെ നിന്ന് തന്നെ കേട്ടോ കഴിച്ചിട്ടുള്ളത്. കുട്ടികളൊക്കെ അതിൻ്റെ ഇടയ്ക്ക് പിന്നെ കഴിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ നിസ്കാരമൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷമാണ് വന്ന് കഴിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതാ ലച്ചും ഉണ്ട് കേട്ടോ നമ്മുടെ കൂടെ നോമ്പുറക്കാനായിട്ട്. അവൾക്കും നല്ലൊരു രസം ഇവിടെയൊക്കെ കണ്ടിട്ടും ഈ ലൈറ്റൊക്കെ കണ്ടിട്ട് അതൊക്കെ നോക്കി നിൽക്കുന്നുണ്ട്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് നമ്മളെല്ലാവരും നിസ്കരിക്കാൻ വേണ്ടി പോയി. അതിൻ്റെ ഇടയ്ക്ക് ഇതാ ഉസ്താദ്മാർ നിസ്കാരം കഴിഞ്ഞ് വന്ന് ഫുഡൊക്കെ കഴിച്ച് ദുആയും കാര്യങ്ങളൊക്കെ ആയിട്ട് അതൊക്കെ കഴിഞ്ഞ് അവർ ഇനി തിരിച്ച് പോവുകയാണ്. അവർ പോയതിന് ശേഷമാണ് കേട്ടോ ഇനി നമ്മൾ ഫുഡൊക്കെ കഴിക്കാനായിട്ട് നിന്നിട്ടുള്ളത്. അങ്ങനെ തന്നെ ഞങ്ങൾ പിന്നെ ഫുഡൊക്കെ കഴിക്കുകയാണ്. ഫുഡ് ചിക്കൻ ബിരിയാണി ഉണ്ട്, അതുപോലെ തന്നെ പത്തിരി, പൊറോട്ട, പിന്നെ അതിലേക്കുള്ള നല്ല ബീഫ് കറി, ചിക്കൻ ബ്രോസ്റ്റൊക്കെയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും കൂടി ഇതാ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം പിന്നെ ഒരു ഫാമിലി പിക്കൊക്കെ എടുക്കുകയാണ് കേട്ടോ. ഇപ്പോൾ വല്യമ്മാനെയും കൊണ്ടുവന്ന് ഇരുത്തിയിട്ടുണ്ട്. വല്യമ്മക്ക് ഇപ്പോൾ നമ്മളൊന്നും അത്ര ഓർമ്മയും കാര്യങ്ങളൊന്നുമില്ല, പക്ഷേ നമ്മൾ പറയുന്നതിനനുസരിച്ച് ചിരിക്കാനും കൂടാനൊക്കെ വല്യമ്മ ഉണ്ട് കേട്ടോ. അങ്ങനെ നല്ല രസമായിട്ട് എല്ലാവരും ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളത്. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും ബൈ. താങ്ക് യു.